ട്രാൻസ്ഫോർമേഷൻ എന്നത് തെറ്റുകൾ സംഭവിക്കാതിരിക്കുന്നതല്ല, മറിച്ച് ആ യാത്രയിൽ ഉടനീളം സ്വയം സഹാനുഭൂതി കാണിക്കുന്നതാണ്. ഇന്ന് നമ്മൾ നമ്മെ കുറ്റപ്പെടുത്തുന്ന, ജഡ്ജ് ചെയ്യുന്ന ആന്തരിക സ്വരത്തെ കുറച്ച് നമുക്ക് ആശ്വാസം പകരുന്ന, സഹാനുഭൂതിയോടെ കാണുന്ന സ്വരത്തെ നമ്മളിലേക്ക് ക്ഷണിക്കാൻ പോവുകയാണ്. നമ്മൾ നമ്മളോട് തന്നെ ആർദ്രതയോടെ പെരുമാറുമ്പോൾ ഹീലിംഗ് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. ഇനി സ്വസ്ഥമായി ഇരിക്കാം. സാവധാനം ശ്വാസം മൂക്കിലൂടെ എടുക്കാം. അതിനുശേഷം വായിലൂടെ പുറത്തേക്ക് കളയാം. അങ്ങനെ ശരീരത്തെ സ്വസ്ഥമാകാൻ അനുവദിക്കാം. ഇനി 2 കൈകളും ഹൃദയത്തിൽ മൃദുവായി വയ്ക്കാം. ഈയൊരു ഊഷ്മളത തിരിച്ചറിയാം. ഇത് നിങ്ങൾ സുരക്ഷിതരാണ്, നിങ്ങൾ സപ്പോർട്ട് ചെയ്യപ്പെടുന്നു, നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്നതിൻ്റെ എല്ലാം ഓർമ്മപ്പെടുത്തലാണ്. ഇനി കണ്ണുകളടച്ച് ഈ കൈകളുടെ അടിയിൽ ഒരു സോഫ്റ്റായ സ്വർണ്ണ വെളിച്ചമുള്ളതായി സങ്കൽപ്പിക്കാം. നിങ്ങളുടെ നെഞ്ചിൻ്റെ നടുഭാഗത്ത്. ഓരോ ശ്വാസം എടുക്കുമ്പോഴും ഈ വെളിച്ചം കൂടുതൽ ഊഷ്മളമാവുകയും തെളിച്ചമുള്ളതായി മാറുകയും ശരീരം മുഴുവനിലേക്കും പടരുകയും ചെയ്യുകയാണ്. തോളുകളിൽ നിന്നും നടുവിലേക്കും കൈകളിലേക്കും വിരൽത്തുമ്പുകളിലേക്കും താഴോട്ട് ശരീരം മുഴുവനിലേക്കും. ശ്വാസമെടുക്കുമ്പോൾ സ്വയം ശാന്തമായി പറയാം, ഞാൻ എന്നോട് തന്നെ സഹാനുഭൂതിയുള്ള വ്യക്തിയായി മാറട്ടെ. എനിക്ക് മുൻപ് അറിയാതിരുന്ന കാര്യങ്ങളെക്കുറിച്ച്, തെറ്റിപ്പോയ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ എന്നോട് തന്നെ ക്ഷമിക്കട്ടെ. സ്നേഹത്തോടെ ഞാൻ മുൻപോട്ട് നീങ്ങട്ടെ. ഇനി നിങ്ങളുടെ തന്നെ ചെറുപ്പകാലത്തെ നിങ്ങളെ മനസ്സിൽ കാണാം. പെർഫെക്റ്റ് ആവാൻ ശ്രമിച്ച, മറ്റുള്ളവരുടെ അംഗീകാരത്തിനായി ശ്രമിച്ച, എല്ലാം ശരിയായി ചെയ്യാൻ ശ്രമിച്ച നിങ്ങളെ. വളരെ സഹാനുഭൂതിയോടെ ഈ നിങ്ങളോട് പറയാം, നീ നിനക്കറിയാവുന്നതിൽ വച്ച് ഏറ്റവും മികച്ച രീതിയിലാണ് കാര്യങ്ങൾ ചെയ്തത്. നീ വിശ്രമം അർഹിക്കുന്നു. നീ സമാധാനം അർഹിക്കുന്നു. ഇനി ആഴത്തിലൊരു ശ്വാസമെടുക്കാം. ഈ സ്വർണ്ണ വെളിച്ചം ചെറുപ്പകാലത്തെ നിങ്ങളിലേക്ക് ഒഴുകുന്നതായി സങ്കൽപ്പിക്കാം. അങ്ങനെ ആ നിങ്ങൾ സുരക്ഷിതത്വം കൊണ്ടും സഹാനുഭൂതിയാലും നിറയുന്നതായി കാണാം. കുറ്റപ്പെടുത്തലുകളും കുറ്റബോധവും അലിഞ്ഞില്ലാതാകുന്നത് സങ്കൽപ്പിക്കാം. ഇനി പറയാം, ഞാൻ എന്നോട് തന്നെ ആർദ്രതയോടെ പെരുമാറാൻ പഠിക്കട്ടെ. ഞാൻ മതിയായവനാണെന്ന്, ഐ ആം ഓൾറെഡി ഇനഫ് എന്ന് ഞാൻ ഓർത്തിരിക്കട്ടെ. ഞാൻ എല്ലാ നന്മകളാലും നിറയട്ടെ. സാവധാനം ശ്വാസമെടുത്തുകൊണ്ടിരിക്കാം. ശരീരത്തിൻ്റെ ഓരോ കോശവും സമാധാനവും ക്ഷമയും സഹാനുഭൂതിയും കൊണ്ട് നിറയട്ടെ. ഇനി സാവധാനം കണ്ണുകൾ തുറക്കാം. ഇന്നത്തെ ഇൻറ്റൻഷൻ, ഞാൻ എന്നെ തന്നെ ക്ഷമയോടെയും സഹാനുഭൂതിയോടെയും കാണുന്നു. ഈയൊരു ചിന്ത ദിവസത്തിലുടനീളം കൊണ്ടു നടക്കാൻ ശ്രമിക്കുക. അടുത്തൊരു വീഡിയോ കാണുന്നതുവരെ. വിചിന്തനത്തിനായുള്ള ചോദ്യങ്ങൾ: 1. മറ്റുള്ളവരോട് ഞാൻ കാണിക്കുന്ന അതേ സഹാനുഭൂതി എനിക്ക് എന്നോട് തന്നെ എങ്ങനെ കാണിക്കാൻ സാധിക്കും? 2. എൻ്റെ ഏത് കർക്കശമായ പരുഷമായ ചിന്തയാണ്, പ്രതീക്ഷയാണ് ഇന്നെനിക്ക്
റിലീസ് ചെയ്യാൻ സാധിക്കുന്നത്? ഈ ചോദ്യങ്ങൾക്ക് ആത്മാർത്ഥമായി ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാം. അടുത്തൊരു വീഡിയോ കാണുന്നതിന് മുൻപ് നന്ദി.